കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അതിന്റെ പുറകിൽ ഗൂഢാലോചനയുണ്ട്. ജയിലിനകത്തും ജയിലിന് വെളിയിലും ആ കുറ്റവാളിയെ സഹായിക്കാൻ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ആ കാര്യങ്ങൾ അതിന് പുറത്തു വരേണ്ടത്. മാത്രമല്ല, ഇപ്പോ ജയിൽ അധികൃതർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒന്നാം സമയത്ത് അവിടുത്തെ ഇലക്ട്രിക് ലൈനെല്ലാം ഓഫായിരുന്നു. ഇത്രയും ഉയരത്തിലുള്ള മതിൽ അയാൾ ഒറ്റക്ക് ചാടിക്കടന്നു. എന്നിട്ട് ആരുടെയും ശ്രദ്ധയിൽ പോകാതെ നടന്നുപോയി. ഏതാണ്ട് വെളുപ്പ് മുതൽ പോലീസ് അരിച്ചു പെറുക്കി പരിശോധിച്ചിട്ടും അയാളെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിപ്പോ ഏതാനും സമയങ്ങൾക്ക് മുമ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഒരു ഒറ്റയടിക്ക് വിഴുങ്ങാൻ പ്രായോഗികമായി നമുക്കാർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതിന് പുറകിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നത്. ആ ഗൂഢാലോചന പുറത്തു വരണം. ആരാണ് ജയിലിനകത്തും പുറത്തും ഈ കുറ്റവാളിയെ സഹായിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കപ്പെടേണ്ടതാണ്.